നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്, ആ ഒരു ഫ്യൂച്ചർ എനർജി എന്താകും എന്ന് നമുക്ക് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മിറാക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, ആൻഡ് യെസ്, ഫുൾഫിൽമെന്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് again enlightenment. ഓക്കെ, വീണ്ടും പോസിറ്റീവ് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ ടോട്ടലി അതിനൊരു ചേഞ്ച് ആണ് വരുന്നത്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രമാത്രമുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ പല കാര്യങ്ങളോടും പല സിറ്റുവേഷനോടും പല വ്യക്തികളോടും നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സക്സസ് ആണ് ഫ്യൂച്ചറിൽ വരുന്നത്. ഒരു മിറാക്കിൾ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പോലും കഴിയാത്തവണ്ണം അത്രമാത്രമുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഇതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കുമോ, ഇങ്ങനെയുള്ള ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുമോ എന്ന് പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് യെസ്, കറേജ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ വിഷമഘട്ടം എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവാണ്. എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു സ്ട്രഗിൾസ് എല്ലാം ഫ്യൂച്ചറിൽ മാറിപ്പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്ര നാളും ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സെപ്പറേഷൻ കൊണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവാം, സെപ്പറേഷനിൽ ഒരുപാട് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കാർഡ് വോയേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിലൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളത് ലൈഫിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് പോസിബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തേ മതിയാവൂ. നിങ്ങളിൽ അത്രമാത്രം പോസിറ്റിവിറ്റീസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എനർജി കൂടി നമുക്ക്, യെസ്, ന്യൂ ബിഗിനിങ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ലായിരിക്കാം,
അതിനെല്ലാം ഒരു ചേഞ്ചാണ്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പലർക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തടസ്സമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്കിൽ പോലും ഫ്യൂച്ചറിൽ അതിലൊരു ചേഞ്ച് ഉണ്ടാവുന്നത് മാത്രമല്ല, ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു ബ്രൈറ്റ്നസ്സിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ഡിസിഷൻ ആണോ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, മേജർ ചേഞ്ചസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത അത്രമാത്രമുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. യെസ്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാണ്. മേ ബി ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇത്രയും നാളും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എക്സ്പെക്ട് മിറാക്കിൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ചേഞ്ച്. അതാണ് നമ്മൾ മിറാക്കിൾ എന്ന് തന്നെ പറയുന്നത്. അത്രമാത്രമുള്ളൊരു മിറാക്കിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത സിറ്റുവേഷൻ പോലും ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, മനസ്സിനെ നിങ്ങൾ കാം ആക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, യെസ്, ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക. ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ചിന്തകളിലോ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഒരു മിററിംഗ് ആണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിക്കും അനുഭവിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റെഡി ആയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അവർക്ക് എന്തൊക്കെയോ ചില പ്രോബ്ലംസ് ഉണ്ടാവാം. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആകാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം, കെയർ, അറ്റൻഷൻ ഒന്നും നിങ്ങൾക്ക് തരാൻ ആ വ്യക്തി റെഡിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഈ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങളോട്, നിങ്ങളെ വേദനിപ്പിച്ചവരോടെല്ലാം നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കുക. ഓക്കെ.